നക്സലൈറ്റിന്റെ പ്രവർത്തനം ഇവിടെ വളരെയധികം. ബീഹാറികൾ വന്നപ്പോൾ അവരെല്ലാം ഒരുമിച്ചിട്ട് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഫുൾ ടൈം വെടി സൗണ്ട് കേട്ടിട്ട് പിള്ളേർ പേടിച്ചിട്ട് കട്ടിന്റെ അടിയിലായിരുന്നു കിടക്കുക. എല്ലാ ഷോപ്പിലും കുപ്പി കിട്ടും കേട്ടോ. ഇത് സാധാരണ റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ ഈ കാണുന്നത് പ്രെയർ വീലാട്ടോ. അതായത് 1 ലക്ഷം ടൈം മാറ്റം കറക്കിയിട്ടുണ്ടെങ്കിൽ ടൗൺ ഇതാ വലിയൊരു ടൗൺ ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോന്ന് അറിയില്ല. അങ്ങൊക്കെ ക്യാമറ ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതാ ഇതുപോലെ മുകളിലായിട്ട് ഇവർ ഇങ്ങനെ ഈ ഒരു സാധനം ഇല്ലേ, ഈ ഒരു സാധനം എല്ലാ ബിൽഡിങ്. ഇവിടെയാണ് ലാസ്റ്റ് നമ്മൾ ടെൻ്റ് അടിച്ച് കേട്ടോ. നോക്കിയാൽ ഒരു ദാബയാട്ടോ ഇവിടെ. എൻ്റെ കരിയർ പൊട്ടിയിട്ടു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ഇതാ ഇന്ത്യൻ ബോർഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇവിടെ എത്തിയെന്ന് മനസ്സിലാവും. നമ്മൾ ഭൂട്ടാനിലേക്ക് കിടക്കാട്ടോ. അത് സൈക്കിളും കൊണ്ട് കയറിയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇന്ന് അറിയാൻ പറ്റും. അപ്പം നമ്മൾ നേരെ ഭൂട്ടാൻ ബോർഡറിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെ കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അപ്പോൾ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഭൂട്ടാനിലേക്ക് പോവാം. ഇവിടെ ഒരു ഗ്രാമം ഉണ്ട് കേട്ടോ. അതൊക്കെ ഇന്ത്യയിൽ തന്നെയുള്ള ഗ്രാമമാണ്. അപ്പോൾ ഭൂട്ടാൻ്റെ ചെക്ക് പോസ്റ്റ് കുറച്ചുകൂടി മുന്നോട്ടാട്ടോ. അവിടെ ഒന്ന് ചെന്ന് നോക്കാം നമ്മൾ എന്താ അവസ്ഥ എന്നൊക്കെ. സൈക്കിൾ കയറ്റുമെന്നൊന്നും അറിയൂല, എന്നാലും നോക്കാം. ഇതാ നമ്മളങ്ങനെ ഭൂട്ടാൻ ഗേറ്റ് എത്താറായി. അങ്ങ് ദൂരെ കണ്ടോ, അതാട്ടോ ഭൂട്ടാൻ ഗേറ്റ്. അവിടെ നിന്ന് അറിയാം. ഫുൾ ഓഫ് റോഡ് തന്നെയാട്ടോ. ഇവിടെ ഒരു മാറ്റവും ഇല്ല. ആ നേരത്തെ കാണിച്ചത് ഇന്ത്യൻ്റെ ബോർഡറിൻ്റെ പോസ്റ്റ് തന്നെയാട്ടോ. ശരിക്കും ഭൂട്ടാൻ്റെ പോസ്റ്റ് ഇതാ അങ്ങ് ദൂരെ കാണുന്നതാട്ടോ. ഇവിടെ ഒരു വലിയൊരു മാർക്കറ്റും ഉണ്ട്. എല്ലാ ടൈപ്പ് സാധനം കിട്ടാനുള്ള മറ്റേ നമ്മൾ ജയ്ഗാവിൽ കണ്ടില്ല, അതുപോലെ തന്നെ ഭൂട്ടാൻകാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. കാരണം ഇവിടെ പൈസ കുറവാണ്. ഭൂട്ടാനെക്കാട്ടിയും ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ച് സെയിൽ ചെയ്യുന്നത്. ഓരോ സാധനങ്ങളല്ലേ. പക്ഷേ നമുക്ക് കുറച്ച് പൈസ കൂടുതലായിരിക്കും. ഭൂട്ടാൻകാർക്ക് കറക്റ്റ് പൈസ ആയിരിക്കും. കാരണം അവർക്ക് ഇതിനേക്കാൾ പൈസ കൂടുതലായിരിക്കും അവർ സ്ഥലത്തൊക്കെ ഉണ്ടാകുക. അങ്ങനെ നമ്മൾ 75 ഇവിടെ ഞങ്ങൾക്ക് സൈക്കിൾ കയറ്റിയില്ല. ഞങ്ങൾ പെട്ട് കേട്ടോ. എത്ര പ്രാവശ്യം എന്നറിയാമോ സൈക്കിൾ ഇവിടെയെങ്കിലും കയറ്റുന്ന വിചാരിച്ചിട്ടാണ് ഈ ഒരു ചെറിയൊരു ബോർഡർ ഞങ്ങൾ തപ്പിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെയും സൈക്കിൾ കയറ്റിയില്ല. നോക്കിക്കേ, ഇവിടുത്തെ ഗ്രാമമാട്ടോ. കയറി അവിടെ തന്നെ ഒരു അപ്പൂപ്പൻ കണ്ടോ, വലിയൊരു സാധനം തലയിൽ വെച്ച് കൊണ്ടുവന്നേ. ഇത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് കൊണ്ടുപോകാട്ടോ. കാരണം ഇവിടെ നല്ല റേറ്റാണ്. ഇതുപോലെ ഇതാ ഇവിടെയൊക്കെ ഒരു ചെറിയ കുഞ്ഞു വീടൊക്കെ കാണാൻ പറ്റും. നമ്മൾ ആസാം ടൈപ്പ് തന്നെ ഒരു വീടാട്ടോ ആ കാണുന്നത്. അതുപോലെ സെയിം ആസാമിൻ്റെ ഒരു ഭൂപ്രകൃതി നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. എന്തുകൊണ്ടാ? അത് തന്നെ, ആസാമിന് അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ആസാമിത്തെ സെയിം ഭൂപ്രകൃതി ഇവിടെ കാണാൻ പറ്റും. ബിൽഡിങ്ങുകൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. ആ കാണുന്ന ബിൽഡിങ്ങിന് ഇച്ചിരി മാറ്റമുണ്ട് കണ്ടോ. ഒരു ഭൂട്ടാനീസ് ടൈപ്പ് ആർക്കിടെക്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അവർ. അതുകൊണ്ട് തന്നെ ടോട്ടലായിട്ടൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഈ ഭൂട്ടാനുകാർ കാർ അലോഡ് ചെയ്യും, ബൈക്ക് അലോഡ് ചെയ്യും, ട്രക്ക് അലോഡ് ചെയ്യും, എല്ലാ സാധനവും അലോഡ് ചെയ്യും. ഇവർ കാർബൺ എമിഷൻ കൺട്രിയാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെ സൈക്കിൾ മാത്രം ഇവർ അലോഡ് ചെയ്യില്ല അല്ലേ. സൈക്കിളിൽ കാർബൺ പോകാനായിട്ട് സാധനമില്ല. ആകെ ടയറും ഉണ്ട്, ഒരു എന്താ പറയുക ഫേസ് സെറ്റും ഉണ്ട്. അത് കയറ്റി വിടാൻ പറ്റൂല എന്ന് ഇവർക്ക്. ബാക്കി എല്ലാ സാധനവും കയറ്റി വിടും. കാറൊക്കെ ഇഷ്ടംപോലെ കാർബണൊക്കെ ഉള്ള സാധനം വലിയ പറയുന്നുണ്ടല്ലോ അല്ലേ. ആ ഒരു നെഗറ്റീവായിട്ടാണ് തോന്നിയത്. ഇവർ നല്ല നീറ്റൊക്കെയാണ് സമ്മതിച്ച്. പക്ഷേ സൈക്കിൾ അലോഡ് അല്ലാണ്ട് എന്ത് തേങ്ങാക്കൊല ചെയ്യാനായിട്ടാണ് അതെനിക്ക് മനസ്സിലായില്ല. ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാരണം സൈക്കിൾ എന്താ അലോഡ് ചെയ്യാത്തതൊന്നും. ഇതുണ്ടോ, പശുക്കളൊക്കെ റോഡ് സൈഡിലൊക്കെ ഉണ്ട്. നല്ല നീറ്റാന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മളെ സൈക്കിൾ അലോഡ് ചെയ്യും. ഒരു സ്ഥലത്തും സൈക്കിൾ അലോഡ് അല്ല. പിന്നെ ഇവർ ബോർഡർ ഓർന്ന് വെച്ചിട്ട് കണ്ട വണ്ടീനൊക്കെ അലോഡ് ചെയ്യും. നമ്മളൊക്കെ സൈക്കിൾ മാത്രം ഒരാളും അലോഡ് ചെയ്യൂല. ഈ പിള്ളേരുണ്ടോ ഡ്രസ്സ് ഇട്ടത്. ഇവിടുത്തെ ഓഫീസിലൊക്കെ പോകണമെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വേണം. അതുപോലെ ഇവർ ഒഫീഷ്യൽ ഡ്രസ്സല്ലേ. ഇവിടെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വഴി, നമ്മൾ സാധാരണ വന്ന അതേപോലെ തന്നെയുള്ള ചെറിയൊരു വഴി. അവിടെ കുറേ ഈ ഭൂട്ടാനീസ് ടൈപ്പ് ബിൽഡിങ്ങുകളും കാണാൻ പറ്റും. ഇവിടെ ഇവർ വലിയൊരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു മോള് കണ്ടോ, അതാണ് ഇവരെ ഒരു പ്രത്യേകത. എല്ലാ സ്ഥലത്തും ഭൂട്ടാനിലെ മിക്ക സ്ഥലത്തുള്ള ബിൽഡിങ് പണിയുന്നവർ അതുപോലത്തെ ഒരു സാധനം ഉണ്ടാവും. അവിടുന്ന് കുറച്ച് മുൻപോട്ടേക്ക് നടന്നപ്പോൾ തന്നെ എന്താ കണ്ടു? ടൗൺ. ഇതാ വലിയൊരു ടൗൺ ഉണ്ട് കേട്ടോ. അതും വലിയ ബിൽഡിംഗ് ഒക്കെ നിറഞ്ഞിട്ടുള്ള വലിയൊരു ടൗണ്. നമ്മളെ ഫിൻസിലിങ്ങിൻ്റെ അത്ര ഇല്ലെങ്കിലും അത് അത്യാവശ്യം വലുതാട്ടോ. അതുപോലെ നേരെ പോയിട്ടുണ്ടെങ്കിൽ പല വഴിക്കും ടേണിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വഴിയെത്തും. നമുക്കിപ്പോൾ ഇങ്ങോട്ട് വാ. നമ്മളിപ്പോൾ ഇവിടുത്തെ ടൗണൊക്കെ ഒന്ന് കാണട്ടെ. ഗലിപ്പ് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. ബിൽഡിംഗ് ഒക്കെ നോക്കിയേ. നമ്മൾ അങ്ങ് ഫിൻസിലിങ് കണ്ടതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കേട്ടോ ഇവിടെ ഉള്ളത്.
ഈ ഒരു ടൗണിൽ ഇതാ സൈഡിലൊക്കെ കണ്ടോ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ലൈനൊക്കെ ഉണ്ട്. ആ ലൈനിൻ്റെ ഉള്ളിൽ തന്നെ കാറ് പാർക്ക് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഫൈനൊക്കെ വരും. അതുപോലെ ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ഫുള്ള് കുപ്പികൾ അടുക്കി നിരത്തി വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ കടകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ലാസ്റ്റ് ഭൂട്ടാനിൽ വന്നപ്പോഴും ആ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. പുകയിലില്ല കേട്ടോ മൊത്തം. ഈ ഒരു വഴിയൊക്കെ ഉള്ളിലോട്ടായിട്ട് ഇങ്ങനെ വഴി ഇങ്ങനെ കടന്ന് പോകട്ടോ. ഈ ഒരു ഇങ്ങോട്ടും വഴിയുണ്ട്, അങ്ങോട്ടും വഴിയുണ്ട്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ടേക്ക് പോകട്ടെ. കാരണം ഇവിടെ പ്രത്യേകിച്ച് എന്താ ഉള്ളത്, കാണാൻ എന്താ ഉള്ളത്? അതെ, ഇവിടെ കാണാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റി മാത്രമേ ഉള്ളൂ. സൈഡിലൊക്കെ റോഡൊക്കെ നീറ്റായിട്ടുള്ള കുറേ അധികം ബിൽഡിങ്ങുകളും അടിപൊളി. ഇതൊരു പാർക്കാണ് കേട്ടോ, ചെറിയൊരു പാർക്ക്. അങ്ങനെ കുറച്ച് അത്യാവശ്യം ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളൊരു പാർക്കിൽ വന്നിരിക്കുക കേട്ടോ. ഇവിടെ നോക്കിയാൽ ക്യാമറ ഉണ്ടോ, മിക്ക സ്ഥലത്തും നമുക്ക് ഈ ക്യാമറ കാണാൻ പറ്റും. അങ്ങൊക്കെ കാണാൻ പറ്റും, നമുക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അങ്ങൊക്കെ ക്യാമറ ഉണ്ട് കേട്ടോ. ഓരോ സ്ട്രീറ്റിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ക്യാമറ സ്ഥാപിച്ചാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ചുറ്റും നമുക്ക് ഈ ഒരു ടൗണിൻ്റെ ഇല്ലെങ്കിൽ ഈ സിറ്റിയുടെ വ്യൂ കാണാനും പറ്റും. നല്ല രസമല്ലേ ബിൽഡിങ്ങൊക്കെ കാണാനായിട്ട്. എല്ലാ സ്ഥലത്തും ഇതുപോലെ മുകളിലായിട്ട് ഇവർ ഇങ്ങനെ ഈ ഒരു സാധനമില്ലേ, ഈ ഒരു സാധനം എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിലും കാണാൻ സാധിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മളിതാ വഴിയിൽ മൊത്തം കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ ട്രാഫിക്കിൻ്റെ റൂൾസ് പാലിച്ച് കാറൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെയൊക്കെ അടുപ്പിച്ച് ബിൽഡിങ്ങാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഫുള്ള് അടുപ്പിച്ചടുപ്പിച്ച് കുറേ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ 5 കോട്ട് വരുന്നുണ്ടോ ഇതൊക്കെ ഭൂട്ടാനിൽ കാണുന്നൊരു പ്രതിഭാസമാണ്. ഇവിടെയൊക്കെ സ്ട്രീറ്റ്സ് ആട്ടോ. ഇത് എന്തോ ക്ലോക്ക് ടവർ ആട്ടോ. ഇവിടുത്തെ സമയം ഇപ്പോൾ എത്രയാ, 2:45 കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഫോണിൽ 2:15 2:30 ഭൂട്ടാൻ പോലീസ് ആട്ടോ കാണുന്നത് ഒരു ബൈക്കിലൊക്കെ. ഇവിടെ കണ്ടോ ഒരു ടെമ്പിളാണെന്ന് തോന്നുന്നുണ്ട്. യെസ്, ടെമ്പിൾ തന്നെ. അതുപോലെ നമ്മൾ സ്ട്രീറ്റിൽ കൂടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഓരോ വഴിക്ക് കൂടിയായിട്ട്. എന്താ നമ്മൾ അവിടുന്ന് കണ്ട ഒരു കറക്കുന്ന സാധനം കേട്ടോ അത്. ഇങ്ങനെ ഇവിടെയൊക്കെ ഉണ്ട്, ഇതാ ഈ സൈഡിലൊക്കെ കാണാൻ പറ്റും. ഇത് ബിൽഡിങ്ങുകളാട്ടോ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തൊക്കെ. ഇത് വേസ്റ്റ് എടുക്കാൻ കറക്റ്റ് ക്ലീനിങ്ങിൻ്റെ എല്ലാ സാധനവും ഇവിടെ വർക്കിംഗ് ആണ്. അടിപൊളി. ഇതിൻ്റെ ഉള്ളിലോട്ട് ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇവിടെ മാത്രം സിറ്റി ആയിട്ടുള്ളൂ, ബാക്കി മൊത്തം ഗ്രാമത്തിലോട്ടുള്ള വഴികളൊക്കെയാണ് അല്ലേ? നീ എന്താ പറഞ്ഞ ഇവിടെ? അല്ല, ഇവിടെ വേറെന്താ പറഞ്ഞല്ലോ? ഇവിടുത്തെ പെമ്പിള്ളേരൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാട്ടോ പറഞ്ഞത്. നല്ല സ്ഥലമല്ലേ, പക്ഷെ നമ്മളെ സൈക്കിൾ കയറ്റി വിടാൻ സമ്മതിച്ചില്ല. ഇവിടെ കണ്ടോ എല്ലാ ഷോപ്പിലും കുപ്പി കിട്ടും കേട്ടോ. ഇത് സാധാരണ റെസ്റ്റോറൻ്റാണ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ കണ്ടതാട്ടോ ഫുള്ള് കുപ്പികളാണ് എല്ലാ സ്ഥലത്തും. ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടിയുള്ള നടത്തം നമ്മൾ അവസാനിപ്പിക്കാൻ പോവല്ലേ, എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് പോകാൻ പോകാട്ടോ ബോർഡറിലേക്ക്. എന്തിനാ? യെസ്, ഓഫ് കോഴ്സ്. ഇവിടുത്തെ ഓരോ ഷോപ്പും നോക്കിക്കേ, ചെറിയ ചെറിയ ഷോപ്പുകളും അതിൻ്റെ പേരൊക്കെ നോക്കി എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയാലേ കാണാനായിട്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇപ്പുറത്തൊക്കെ നോക്കിയാൽ മൊബൈൽസിൻ്റെ ഷോപ്പൊക്കെ ആട്ടോ ഇത്. പക്ഷേ ഇവിടെയൊക്കെ നമ്മളെ ഇന്ത്യനെക്കാട്ടിയും നല്ല പൈസ ഉണ്ടാവും. നേപ്പാളിനെക്കാട്ടിയും പൈസ എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ നേപ്പാളിൽ പോയപ്പോൾ ചിലവാക്കിയതിനെക്കാട്ടിയും കൂടുതൽ പൈസ ഇവിടെ നിന്ന് ചിലവാകുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ബിൽഡിങ്ങുകൾ. നമ്മൾ നേരെ ബോർഡറിലേക്ക് ചലിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ അധികം കാണാനും കാഴ്ചകളൊന്നും കൂടുതലില്ല. ഇങ്ങനത്തെ ഒരു സിറ്റി വ്യൂ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റുകയുള്ളൂ. ഇതേതോ ഹോട്ടലാണ് നമ്മൾ നേരെ കാണുന്നത്. കറക്റ്റ് ഒരു മൊണാസ്ട്രീൻ്റെ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ എന്തോ ഇന്ത്യ ഭൂട്ടാൻ റീജിയൻ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്തിട്ടുണ്ട് 2025 എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഇവരെ കുറേ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റും റോഡ് സൈഡിലേക്കായിട്ട്. ഈ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടത്തേക്കായിരുന്നു ഇവിടുത്തെ ഓഫീസിലൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ. നമ്മളിവിടെ ഒരു ഗ്രാമപ്രദേശം കൂടി നടന്നു പോകുന്നൊരു ഫീലാണുള്ളത്. ഇവിടെ നമ്മൾ സീബ്ര ലൈനിൽ നിൽക്കുമ്പോൾ തന്നെ വണ്ടികളൊക്കെ സ്ലോ ആക്കും, അതാണ് ഒരു പ്രത്യേകത. ഇവിടെ ഒരു മൊണാസ്ട്രി, എന്തോ ഒരു മൊണാസ്ട്രിയാണ് ഇതല്ലല്ലോ, ഒരു ബുദ്ധൻ്റെ സ്തൂപമുണ്ട്. അത് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒരു സ്ഥലത്തും ടോയ്ലറ്റ് ഇല്ലല്ലേ? നമ്മളെ നാട്ടിൽ വലിയ വൃത്തിയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥലത്തും ടോയ്ലറ്റ് കൊടുത്തിട്ടില്ല. അതാണ് ഇവിടുത്തെ
മെയിനായിട്ടുള്ളൊരു നെഗറ്റീവ്. നമ്മൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സിറ്റി ആണെങ്കിലും എവിടെ ചെന്നാലും ഒരു സ്ഥലത്തും ടോയ്ലറ്റ് ഇല്ലാത്തൊരവസ്ഥയാട്ടോ കാണുന്നത്. ഒരു സ്ഥലത്തും ഇല്ല നമ്മൾ നോക്കിയതിൽ വെച്ചിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാട്ടോ. ഇത് വഴി നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാനുള്ളൊരു സ്ഥലം വരുന്നത്. നമ്മൾ ടോയ്ലറ്റിൽ തപ്പിയിട്ട് പെട്രോൾ പമ്പിൽ പോയതാട്ടോ. പക്ഷേ പെട്രോൾ പമ്പിൽ പോലും ടോയ്ലറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് കാണേണ്ടത്. ഭയങ്കര മോശം, ഭയങ്കര മോശം പെട്രോൾ പമ്പ്. അയ്യോ അവസ്ഥയാണ്. പൈസ കുറവുണ്ടെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇവിടെ ഇതാ മറ്റേ കറക്കുന്ന സാധനമില്ലായിരുന്നു, ആ ഒരു സംഭവമുണ്ട്. ഒന്ന് പൊട്ടിയിട്ടാണുള്ളത്, ബാക്കിയൊക്കെ വർക്കിംഗ് ആണ്. ബുദ്ധസ്തൂപയൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടോ? ഈ കാണുന്നത് പ്രെയർ വീലാട്ടോ. അതായത് 1 ലക്ഷം ടൈം മാറ്റം കറക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാട്ടോ. ബുദ്ധസ്തൂപമൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് നമ്മളെ ഇന്ത്യയിലേക്ക് തന്നെ കടക്കാൻ പോവാണ്. നമ്മളിത് എക്സിറ്റ് ആവാൻ പോവാട്ടോ. ആ നേരെ കാണുന്ന റോഡ് നേരെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തും. നമ്മളങ്ങനെ തിരിച്ചു പോവാട്ടോ. അതാണ് ബോർഡറിൻ്റെ ഗേറ്റ്, ഭൂട്ടാൻ ബോർഡറിൻ്റെ ഗേറ്റാട്ടോ അത്. അപ്പോൾ നമ്മളത് ക്രോസ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് പോകാൻ പോവുകയാണ് വീണ്ടും. 2ാമത്തെ പ്രാവശ്യം ഭൂട്ടാനിൽ കയറിയിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. തിരിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിയാട്ടോ. ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ സൈക്കിൾ ഇതാ ഈ ഒരു കാണുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ വെച്ചത്. ഇനി ഈ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനുണ്ട് കുറച്ച് ദൂരം കൂടി. എന്നിട്ട് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയാട്ടോ. ഇവിടെയാണ് ലാസ്റ്റ് നമ്മൾ ടെൻ്റ് അടിച്ച് കേട്ടോ. നോക്കിയാൽ ഒരു ധാബയാട്ടോ ഇവിടെ തന്നെ ഉള്ളത്, ആസാമിൽ തന്നെയാണുള്ളത്. ബോർഡറിൻ്റെ ഒന്നൊരു 2-2.5 കിലോമീറ്റർ ഇപ്പുറം വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു ദീദി ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഓണറായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ടെൻ്റ് അടിക്കാൻ സമ്മതിച്ച്. രാത്രിയായി കേട്ടോ. ഇപ്പോൾ ശരിക്കും സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ അപ്പോഴത്തേക്ക് ഇവിടെ ഇരുടായിട്ടുണ്ട്. ഇവിടെ നല്ല ആൾക്കാരായതുകൊണ്ട് ടെൻ്റ് അടിച്ചു. പക്ഷേ രാത്രി ആകുമ്പോൾ ആന വരുന്നതാണ് പറഞ്ഞത്. ആന വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. ആ ഒരു ലൈറ്റ് ഉണ്ടോ, അവിടെയുള്ള ഒരു വീടാട്ടോ. ആ വീട്ടിലാണ് ചേച്ചി ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആന വരുന്നുണ്ടെങ്കിൽ ഇവരാദ്യം തന്നെ ഇൻഫോം ചെയ്യും. അപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും സൗണ്ട് ഉണ്ടാക്കുന്നു. ആ സമയത്ത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മാറി നിൽക്കാനുള്ളൊരു സ്പേസും കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതിനെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. നോക്കിയാൽ ഫുള്ള് കാടിൻ്റെ ഏരിയ ആട്ടോ ഈ കാണുന്നത് മൊത്തം. ഞാൻ വരുന്ന വഴിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ആ ഒരു വയ്യാട്ടോ ഇത്. നമ്മളങ്ങനെ ടെൻ്റ് അടിച്ച സ്ഥലത്തുള്ള ആൾക്കാരാട്ടോ ഇവരൊക്കെ. ഹായ്, आप इधर से है ना, मणिपुर से है ना? हाँ मणिपुर से। हाँ मणिपुर ആൾക്കാരാട്ടോ ഇത്. ഇവിടുത്തെ मणिपुर इम्फाल। हाँ वाइफ है, वाइफ का जगह इधर ही है। हाँ जो वाइफ का इधर ही है। അപ്പോൾ അവര് ഇവിടെ തന്നെ വന്ന കേട്ടോ. ഇതാ आपका बेटी है उधर। हाय हाय ഇവിടെ തന്നെയുള്ള ആൾക്കാരാട്ടോ. ഇതാ ഈ ചേച്ചിയുടെ ആട്ടോ ഇവിടെ കട. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ ഇവര് आपका സിസ്റ്റർ ബഡ സിസ്റ്റർ ചേച്ചിയാട്ടോ. അതുപോലെ ഇവിടുത്തെ നമ്മൾ സമ്മതിച്ചൊരു പുള്ളിക്കാരൻ കൂടി ഉണ്ടായിരുന്നു. അതെവിടെ പോയി എന്നറിയില്ല. ഇവിടെ എവിടെയാണ് ഉള്ളത്, ഞാൻ ചെന്ന് നോക്കാം. ഇത് പുതിയതായിട്ട് തുറന്നിട്ടേ ഉള്ളൂ, 2 മാസമായിട്ടുള്ളൂ. ഹായ് ഹലോ, റൈഡറാട്ടോ. इधर से rider है ना? Yeah, I'm a rider. And what to say? I met a brother from Kerala. So I give just what to say वो लोग को सेफली वो लोग को दे दिया है उधर में जगह बैठने के लिए. Thank you so no much. problem out here. खाना खा रहा हूँ. ഇപ്പം കഴിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു, ചെറിയ കറിയും സബ്ജിയും ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഡാലൊക്കെ കൂടിയിട്ട് കഴിക്കാനായിട്ട്. താങ്ക് യു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരായിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ചില ആൾക്കാർ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതൊക്കെ കുറച്ച് പാടുള്ള പരിപാടിയാണ്, ഞാൻ അങ്ങനെ എടുക്കാറില്ല സാധാരണ. അപ്പോൾ ഇതാ ഈ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചെറിയൊരു എന്താ പറയുക ധാബ പോലത്തെ ഒരു സെറ്റപ്പ് ആട്ടോ. 2 മാസമായിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മുള കൊണ്ടാട്ടോ ഇവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കിക്കേ, മുളയാട്ടോ മൊത്തം ഫുള്ളായിട്ട് മുള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിത് അങ്ങ് കണ്ടോ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. ഇത് നോക്കിക്കേ, ഇവിടെ ഫുള്ള് ലൈറ്റാട്ടോ. അതായത് നമ്മളിപ്പം വന്ന് കാട് എന്ന് പറഞ്ഞില്ലായിരുന്നു, ആ കാടിൻ്റെ നടുക്കാട്ടോ ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. നമ്മളിതിൻ്റെ സൈഡിലാണ് ടെൻ്റ് അടിച്ചിരിക്കുന്നത്. എന്ത് രസാലെ കാണാനായിട്ട്, ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട് ഫുള്ള് കളർഫുള്ളാട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നോക്കിയാൽ ആർക്കും കാണാൻ പറ്റൂല. കാരണം നമ്മൾ അങ്ങ് ദൂരെയാണ് ടെൻ്റ് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സ്ഥലമാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 5 അവരുടെ കഥയൊക്കെ പറയുന്നുണ്ട്. രാവിലെ തന്നെ ഇതാ സൈക്കിളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കടകളിലുള്ള ആൾക്കാർ നമുക്ക് എന്തൊക്കെയാണ് തന്നത്, ചപ്പാത്തിയും അതുപോലെ തന്നെ സബ്ജിയും തന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അടിപൊളിയല്ലേ? ഇത് വേഗം കഴിക്കട്ടെ. ഇവിടെ ഒരു ചോട്ടയും കൂടി വന്നിട്ടുണ്ട്, ഇവരുടെ മോനും കൂടി വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടോ, ഭയങ്കര സീനാണ്.
പുള്ളിയൊക്കെ അവിടെ നിന്ന് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് വേഗം കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടി. നമുക്ക് സമയം 10:45. ഇതാട്ടെ ഇവരെ ഒരു മോന് ഭയങ്കര പ്രകൃതിയാണ്, നിൽക്കുന്നില്ല. കണ്ട 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 ഫുള്ള് ചാട്ടം തന്നെയാണ്. രാവിലെ തന്നെ വന്നിട്ട് മാഗി പാക്കറ്റൊക്കെ എടുത്തിട്ട് തകർത്തെറിയായിരുന്നു. പുള്ളിയുണ്ട്, വൈഫുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ചലിക്കാൻ പോവാ അല്ലേ? നേരെ ബൈഗാവിലേക്ക് വേറെ റൂട്ട് കൂടി ആട്ടോ പോകുന്നത്. നമ്മൾ തിരിച്ചു പോകുന്ന ബൈക്ക് ഇതാ ഫുൾ ഓഫ് റോഡ് കൂടി തന്നെയാണോ പോകുന്നത്. ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. ഹായ് ഹായ്, കുറേ പിള്ളേരുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എൻ്റെ കരിയർ പൊട്ടിയിട്ടു. ഹായ്, കുറേ പിള്ളേരുണ്ട്. അപ്പോൾ കരിയർ പൊട്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയോ പോവാട്ടോ. എന്തൊക്കെയോ സീനുണ്ട്. ബേക്കിൽ നിന്ന് ഇങ്ങനെ കടകടകടാന്നുള്ള സൗണ്ടൊക്കെ ഉണ്ട് കരിയറിൻ്റെ സൈഡിൽ നിന്ന്. എവിടെയെങ്കിലും ചെന്ന് വെൽഡ് ചെയ്യിക്കണം, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഓഫ് റോഡ് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ഇതാട്ടോ ശാന്തിപൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലം. ഇവിടെ നിന്നല്ല നമ്മൾ പോയതൊക്കെ. അപ്പോൾ നേരെ നമ്മൾ വന്ന വഴി. അപ്പോൾ ഈ ഒരു ഇടത്തോട്ടുള്ള വഴിയില്ലേ, ഈ വഴിക്കാണ് നമ്മൾ ബോയ്ഗാവ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. എന്തായാലും നമുക്ക് ലെഫ്റ്റിലോട്ടേക്ക് കേട്ടോ പോകേണ്ടത്. ലെഫ്റ്റിലോട്ട് നല്ല റോഡാണെന്നാണ് പറഞ്ഞത്. ഇവിടെ മാത്രമേ കുറച്ച് ഓഫ് റോഡായിട്ട് കാണുന്നുള്ളൂ. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് ചെന്ന് നോക്കാം കേട്ടോ. നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മളിതാ പുതിയ റോഡിലേക്ക് വന്നു കേട്ടോ. എന്ത് രസമാണ് കാണാൻ. ഈ അടിപൊളി റോഡും അപ്പുറത്തും ഇപ്പുറത്തും ഗ്രാമങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. കുറേ ഗ്രാമങ്ങൾ എനിക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു കഥയുണ്ട്, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. ഇവിടെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. നമ്മൾ വന്ന വഴിയില്ലേ, അതായത് ഭൂട്ടാൻ ബോർഡറിലേക്കും കുറേ ഗ്രാമങ്ങളൊക്കെ കാണിച്ചില്ലായിരുന്നോ അല്ലേ? ഫുൾ പൊടിയായിട്ട് കേട്ടോ, കാല് മൊത്തം പൊടിയാണ്. അപ്പോൾ ആ ഗ്രാമങ്ങളൊക്കെ കാണിച്ചില്ലേ, അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പണ്ട് കാലത്ത് കാടായിരുന്നു, ഫുള്ള് കാട് പിടിച്ച പ്രദേശമായിരുന്നു. നമ്മളെ ജയ്ഗാവ് പോലെയൊക്കെ ബോർഡർ ആവേണ്ട ഒരു സ്ഥലമായിരുന്നു. നമ്മൾ വന്ന വഴിയൊക്കെ ഈ ശാന്തിപൂർ ഇതൊക്കെ നല്ല സ്ഥലമാവേണ്ടതായിരുന്നു. പക്ഷേ പണ്ടെന്തായാലും നെക്സലൈറ്റിൻ്റെ പ്രവർത്തനം ഇവിടെ വളരെയധികം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് റൂറൽ വില്ലേജ് ആയിരുന്നു ഈ കണ്ട വഴി. നമ്മൾ മൊത്തം പോയി റോഡിനില്ലേ ഓഫ് റോഡ്, അതുപോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പണ്ട്. റൂറൽ എന്ന് വെച്ചാൽ ഫുള്ള് കാടും. പിന്നെ ഇവിടുത്തെ ആൾക്കാർ നെക്സലൈറ്റ് ആയിരുന്നു. നെക്സലൈറ്റ് പ്രവർത്തനത്തിൽ കുറേ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്ക് വേണ്ടിയ സാധനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇവർ അങ്ങനത്തെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അതെ, 2006 ഇവിടെ ഫസ്റ്റ് കറണ്ട് വന്നത്. അതൊന്നും ആലോചിച്ചാൽ മതി. അതും ഇവർ ഭൂട്ടാനിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് റോഡ് പണിതപ്പോൾ അങ്ങനെ തന്നെ വന്നതാണ് അല്ലേ? അല്ലാണ്ട് വേറെ രീതിയിലല്ല. ഇവർ ഭൂട്ടാനിലേക്ക് വേണ്ടിയിട്ട് പോകാനുള്ള സംഭവമൊക്കെ ആയിട്ട്. അതുപോലെ 1999 ഇവിടെ കുറേ ബീഹാറികൾ വന്നപ്പോൾ അവരെല്ലാം ഒരുമിച്ചിട്ട് വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ നിന്നില്ലായിരുന്നു ഒരു കടയിൽ അല്ലേ, അവിടുത്തെ ദാബയിൽ. അവിടുത്തെ സ്ത്രീകളില്ല, അവർ അവിടെ കുട്ടികളായിരുന്ന സമയത്ത് രാത്രി എപ്പോഴും വെടി സൗണ്ട് ആയിരുന്നു കേട്ടോ കേൾക്കുന്നത്. ഫുൾ ടൈം വെടി സൗണ്ട് കേട്ടിട്ട് പിള്ളേർ പേടിച്ചിട്ട് കട്ടിൻ്റെ അടിയിലായിരുന്നു കിടക്കത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ പണ്ടൊക്കെ. ഇപ്പം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മളിപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നിന്നില്ലായിരുന്നോ, അതൊക്കെ അങ്ങനത്തെ ആൾക്കാരെ ഗ്രാമത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അല്ലേ, നല്ല ആൾക്കാരായിരുന്നു. ഇപ്പം നല്ല നല്ല ആൾക്കാരായി വന്നിട്ടുണ്ട്. കാരണം എന്താണെന്നറിയില്ല, ബോഡോ ട്രൈബ്സ് എന്നാട്ടോ ഇവരെ പേര് അല്ലേ? ബോഡോ ഇപ്പം കുറേ സ്കൂളുകൾ ഞാൻ വരുന്ന വഴിക്കാൻ ഇഷ്ടംപോലെ സ്കൂൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇപ്പം പിള്ളേരൊക്കെ പഠിച്ച് കുറച്ച് നോളജൊക്കെ വെച്ചിട്ട് എല്ലാ ആൾക്കാരും മാറിയില്ലേ. അപ്പം നമ്മൾ പണ്ട് വന്നിരുന്നെങ്കിലും നമ്മളും അതിനകത്തൊരു ഇരയായിരുന്നു. അപ്പോൾ നെക്സലൈറ്റ് പ്രവർത്തനം കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒഴിവായിട്ട് നല്ല രീതിയിൽ കുറേ ഗ്രാമങ്ങളൊക്കെ ആയി വന്ന് സെറ്റായിട്ടുണ്ട്. അതാണ് നമ്മളിപ്പം കാണുന്ന ഷീറ്റിട്ട വീടൊക്കെ കുറേ കാണുന്നത്. അതുപോലെ കുറേ ആൾക്കാർ ക്രിസ്ത്യൻസിലേക്ക് കൺവേർട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറേ ചർച്ചുകളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ അല്ലേ? നല്ല അടിപൊളി ഗ്രാമമായിരുന്നു, നല്ല ആൾക്കാരുമായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഞാൻ ഇതിൻ്റെ ഒരു കഥ പറഞ്ഞെന്നുള്ളൂ. ഞങ്ങളോട് പറഞ്ഞു തന്നാൽ ഇതിനെക്കാട്ടിയും കുറേ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുരുക്കിയിട്ട് ഒരു ചെറിയൊരു കഥയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് അതിൻ്റെ പേരാണ്. അടുത്ത നല്ല കാഴ്ചകളും അടുത്ത പുതിയ ഗ്രാമത്തിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.